ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു തോരനാണ് കേട്ടോ. തോരൻ എന്ന് വെച്ചാൽ നല്ല മത്തിത്തോരനാണ് കേട്ടോ. അപ്പോൾ മത്തി എല്ലാവർക്കും അടുത്ത് തുടങ്ങി കാണുമല്ലോ. അപ്പോൾ ഇന്നൊരു മത്തിത്തോരനാണ് കേട്ടോ. സ്പെഷ്യൽ ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മത്തിത്തോരനിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പം ഞാനിവിടെ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരിച്ചിരി ലേശം നമ്മുടെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്കിനി ഇത് നമ്മുടെ ചട്ടി അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ തോരൻ വെക്കുന്നത്. മത്തി അധിക നേരമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് വേകും, കൊച്ചു മത്തിയല്ലേ. അപ്പോൾ പിന്നെ അധിക നേരമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തേങ്ങ എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാവേ. ആ സമയത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു, അവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കണമായിരുന്നു. അപ്പോൾ എല്ലായിടവും ഒന്ന് തൂത്ത് തുടച്ചിട്ടിട്ടാണ് ഞാനിവിടെ നമ്മുടെ തേങ്ങ പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ചിരകി എടുക്കാം കേട്ടോ. ഞാനിവിടെ അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മത്തി മാത്രമേ എടുത്തിട്ടുള്ളേ. അതുപോലെ തന്നെ ഈ മത്തി പോലെ തന്നെ കൊഴുവയൊക്കെ ഇല്ലേ, കൊഴുവയും ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മത്തി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചിരകിയെടുത്ത തേങ്ങ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവിടെ എല്ലാം അങ്ങ് നാശമായി കിടക്കും. അതുകൊണ്ട് ഞാൻ അപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. തേങ്ങ ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മുറി തേങ്ങയ്ക്ക് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള കുരുമുളക് പൊടിയും. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല കുരുമുളക് പൊടിയല്ല, കുരുമുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല, എരിവ് ഒത്തിരി കാണും. അപ്പോൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, ഇത്ര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കുരുമുളകൊക്കെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് മുറിയുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് അരയ്ക്കുന്നില്ല, എപ്പോഴും തോരൻ ഒത്തിരി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 അടി അങ്ങോട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് അങ്ങോട്ട് റെഡിയാവും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മീൻ അവിടെ വെന്ത് ഇരിപ്പുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. ചൂടാറാതെ നമ്മളത് മീനിൻ്റെ മുള്ള് കളഞ്ഞെടുക്കാൻ ചൂടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ആ മീനിൻ്റെ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുതേ. അപ്പോൾ ചതച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ ആ മുള്ളൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത് കേട്ടോ, ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുള്ളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച നമ്മുടെ മത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. എപ്പോഴും ഇങ്ങനെ നമ്മൾ മത്തി കറിയൊക്കെ വെച്ച് കൂട്ടി മടുത്ത് കാണുമല്ലോ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ മത്തിയൊക്കെ ഒത്തിരി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണല്ലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ തോരനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഈ തോരന്. നല്ല കുരുമുളകിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും കുരുമുളകിൻ്റെയും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ആരും. അപ്പോൾ മത്തി നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. ആ മുള്ള് കളഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ മത്തി ഇങ്ങനെ നമ്മൾ തോരൻ വെക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ മത്തി ഇങ്ങനെ തന്നെ ചെയ്ത് കപ്പ കുഴച്ചെടുക്കും കേട്ടോ. അമ്മ ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഇങ്ങനെ കപ്പ കുഴച്ച് തരാറുണ്ട് ഇങ്ങനെ ചെയ്തിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നല്ല പച്ച കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കടുക്
കടുക് പൊട്ടിക്കൽ റെഡിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉരിഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് മുള്ളൊക്കെ കളഞ്ഞ് ഉരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മീനാണ് കേട്ടോ, മത്തി എടുത്ത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ലേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയൊക്കെ ഒന്ന് വരട്ടെ. അതിനുശേഷമാണ് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് മത്തി വേവിച്ചെടുത്തത്, എന്നാലും നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ്, ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. ഉപ്പിട്ടിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ മത്തിയിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. ഒത്തിരി ഉപ്പൊന്നും ആയി പോകരുത് കേട്ടോ. അപ്പം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മത്തിയിൽ നേരത്തെ തന്നെ ഉപ്പുണ്ടായിരുന്നല്ലോ, ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് ഉപ്പുണ്ട്. ഇനി നമുക്ക് മത്തിയിൽ വേറെ സെപ്പറേറ്റ് ഇനി ഉപ്പ് അഡീഷണലായിട്ട് വേണ്ട. അപ്പോൾ ഈ അരപ്പിനകത്ത് മാത്രം മതി ഇനി ഉപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് മൂടി വേവിച്ചെടുക്കുക കേട്ടോ. ഒരു അടി പിടിക്കരുത്, ഒരു ലേശം ഒന്ന് മൂടി വെക്കുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മത്തി ഈ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ഇലയിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ മത്തി ഇഷ്ടംപോലെ കിട്ടുന്ന സമയത്ത് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മുടെ മത്തി കൂട്ടാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ മത്തി ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മത്തി കഴിക്കുവാണെന്നൊന്നും തോന്നത്തേ ഇല്ല കേട്ടോ. അവരെ പറ്റിക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. മത്തിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മത്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ എപ്പോഴും കഴിച്ച് മടുക്കുന്നൊരു സംഭവം വേറൊരു രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു പുതിയൊരു ഡിഷായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമേ. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇലയിലാണ് നമ്മൾ ഇന്നത് വിളമ്പുന്നത്. അപ്പോൾ ഇലയൊക്കെ വെട്ടിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇലയിലോട്ട് മാറ്റി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ നമ്മൾ മൂടി വെക്കാറുള്ളൂ. അതിന് വേണ്ടി വേവൊന്നും ഇല്ലല്ലോ, ഓൾറെഡി നമ്മുടെ മത്തി വെന്തതാണ്. പിന്നെ തേങ്ങ അധികം വേകേണ്ട ആവശ്യം വരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇലയിൽ മാറ്റി വെച്ച് കൊടുക്കുക. അടിയിൽ പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മത്തിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, കുരുമുളകാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം. കഴിക്കുമ്പോൾ അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.